നമസ്കാരം. പെസറട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയർ. അത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. പിന്നെ 1/4 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്താണ്. ഇത് 6 മണിക്കൂർ കുതിർത്തതാണ്. ഇത് കുറച്ച് പുതിന ഇല. ഇത് കുറച്ച് മല്ലിയിലയാണ്. ഇത് 2 പച്ചമുളക് എടുത്തതാണ്. ഇതൊരു 3/4 ടീസ്പൂൺ ജീരകമാണ്. ഇത് 1 ഇഞ്ച് കനത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ദോശമാവിൻ്റെ അയവിൽ അരച്ചെടുക്കുക. അരച്ച മാവിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിന് സൈഡ് ഡിഷായിട്ട് ഉപ്പുമാവും ടൊമാറ്റോ ചട്നിയും എടുക്കാവുന്നതാണ്. അതും ഒന്നുണ്ടാക്കി നോക്കാം. ഉപ്പുമാവിന് കടുക് വറുക്കാൻ താളിക്കാനായിട്ട് ചെറിയ ഒരു സവോള ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു തണ്ട് കരിയാപ്പില, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇത്രയും ചേർത്ത് കടുക് വറുത്ത് താളിക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക. ഇതിലേക്ക് സ്വല്പം കടുക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ആ ഉഴുന്ന് പരിപ്പും കൂടി ഇടാം. ഉഴുന്ന് പരിപ്പിൻ്റെ കളർ മാറി തുടങ്ങി. ഇതിലേക്ക് ഇനി വഴറ്റാൻ ഇടുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഇത് ഫ്രൈ ആകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇതിലേക്ക് എടുക്കുന്നതായിട്ടുള്ള റവയുടെ എത്ര കപ്പ് റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. വെള്ളം നന്നായി തിളച്ച് വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അംശം ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ സ്വല്പം കൂടി ചേർക്കണം. ഇല്ലെങ്കിൽ വേണ്ട. അതിലൊക്കെ റവ ഇടുന്നു. ഇതിനെ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പുമാവ് ആയിക്കഴിഞ്ഞ് സ്വല്പം കുഴഞ്ഞിരിക്കണം. വെള്ളമയം ഇത്തിരി വേണം. ഇനി ഗ്യാസ് ഓഫാക്കാം. തക്കാളിക്കായുടെ ചട്നി ഉണ്ടാക്കാം. ആദ്യമേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് സ്വല്പം കടുക് ഇടുന്നു. ഇനി ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത്, ഒരു തണ്ട് കരിയാപ്പില, ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചത്, ഇത്രയും ഇതിൽ ചേർത്ത് സ്വല്പം ഉപ്പും കൂടി ഇട്ട് ഇതിനെ വഴറ്റുന്നു. ഒരു 1/2 സ്പൂൺ എരിയില്ലാത്ത മുളക് പൊടിയും കൂടി ഇടുന്നു. രണ്ട് മിനിറ്റ് സിമ്മിൽ അടച്ചിട്ട് ആവി കയറ്റുക. ഇനി തുറന്ന് ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഉള്ളിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. സിമ്മിലിട്ട് 2-3 മിനിറ്റ് നേരം അതൊന്ന് വെന്തെടുക്കുക. തക്കാളിക്ക് ചട്നി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് സർവീസിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെക്കുക. അരച്ചിരിക്കുന്ന മാവിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ദോശമാവിൻ്റെ അയവിൽ അതിനെ എടുക്കുക. സ്വല്പം എണ്ണ തടവുക ദോശക്കല്ലിൽ. എന്നിട്ട് സ്വല്പം വെള്ളം തളിച്ച് അതിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കല്ലിൻ്റെ. അതിലേക്ക് ഒരു ദോശ പരത്തുക.
ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിനെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. പൊങ്ങിയിരിക്കുന്നതിനൊക്കെ ഒന്ന് അമർത്തി ലെവലാക്കുക. ഇതിലേക്ക് 1 തവി ഉപ്പുമാവ് വെച്ച് കൊടുക്കുക. വീണ്ടും സ്വല്പം എണ്ണ തൂക്കുക. സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടുത്ത ദോശ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് സ്വല്പം ഉള്ളി ചോപ്പ് ചെയ്തത് ഇടുന്നു. ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുന്നു. ഇതിലേക്കൊരു മുട്ട ഉടച്ചൊഴിക്കുന്നു. ഇനി ഇതിനെ നന്നായിട്ട് മൊത്തം ദോശയിലൊന്ന് ചേർത്തെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. സ്വല്പം ഉപ്പുപൊടി സ്പ്രിങ്കിൾ ചെയ്യുക. സ്വല്പം കുരുമുളക് പൊടിയും വിതറുക. പെസറിട്ട് ഇപ്പോൾ 3 വിധത്തിൽ ഉണ്ടാക്കുന്ന കാണിച്ചു തന്നു. പ്ലെയിൻ ദോശ, ഉള്ളിയിട്ട്, മുട്ടയിട്ട്, അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.